ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രീതാസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ഈ ചൂടിൽ ക്ഷീണവും ദാഹവും ഒക്കെ മാറ്റാനായിട്ട് ഇതിലും നല്ലൊരു ഐറ്റം വേറെ ഇല്ല. അപ്പോൾ നമുക്ക് തണ്ണിമത്തൻ ഉപയോഗിച്ച് ഒരു ഫ്രൂട്ട് സലാഡും തയ്യാറാക്കാം. ഉച്ചയ്ക്ക് നമുക്ക് ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാം. ഇതിൻ്റെ തോട് ഉപയോഗിച്ച് വൈകിട്ടത്തെ സ്നാക്കും റെഡിയാക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കും തയ്യാറാക്കാം. നമുക്ക് തണ്ണിമത്തൻ ഇതേപോലെയും വേറെ ഒന്നും ചേർക്കാതെ ഇതേപോലെ ഉടച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മൾ പഞ്ചസാര വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് സലാഡായിട്ട് തയ്യാറാക്കാനായിട്ട് ഇത് കുറച്ചുകൂടെ ടേസ്റ്റാണ്. നമ്മൾ പാലും പഞ്ചസാരയും ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പാലും പഞ്ചസാരയും ഏലക്കയും പഴവും ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് തണ്ണിമത്തൻ ചെറുതായിട്ട് അരിഞ്ഞതും ചെറുപഴവും ചേർത്ത് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നുമില്ല. ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെ ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെറിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചേർക്കുമ്പോൾ ഓറഞ്ചും പുളിപ്പുള്ള ഒരു മുന്തിരിങ്ങ ഒഴിച്ച് ബാക്കി എല്ലാ ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയതിന് ശേഷം കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ചോക്കോ ബാറ് ചെറുതായിട്ടൊന്ന് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും വേണമെന്നില്ല, ഞാനിപ്പോൾ ഇത് ചേർത്തെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമുക്കിനി ഇതിൻ്റെ തോട് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ചുവപ്പ് ഭാഗങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പുറം തോടൊന്ന് ഇതേപോലെ തൊലി കളഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മൾ അകത്ത് ഈ ചുവപ്പ് ഭാഗം വരുന്ന മൊത്തവും നമ്മളത് എടുത്ത് കളയുന്നുണ്ട്. കണ്ടോ? ഇതിന് ശേഷം നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് സ്ലൈസ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രത്തോളം വേണമോ അത്രത്തോളം ഇത് സ്ലൈസ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിപ്പം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? തിന്നായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്ലൈസ് ചെയ്തെടുക്കുമ്പം അറിയാമല്ലോ എത്രത്തോളം കാലം കാണുമെന്ന്. അപ്പം ഞാനിപ്പം കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് റെഡിയാക്കാം. ഞാൻ കടലമാവിലാണ് ഇത് തയ്യാറാക്കേണ്ടത്. കടലമാവിലാണ് സൂപ്പർ ടേസ്റ്റ് കിട്ടുന്നത്. ഞാൻ കടലമാവിൽ മാത്രമേ തയ്യാറാക്കി നോക്കിയിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ബൗള് കടലമാവും 2 സ്പൂണ് അരിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചില്ലി ഫ്ലക്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് പൊടികൾ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ? ഈ ഒരു തിക്കിനാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം നമ്മൾ മാവെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് മാവിൽ ഡിപ്പ് ചെയ്ത് നമ്മൾ എണ്ണ ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോന്നും ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. എണ്ണ ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ അകഭാഗം വേകാതെ വരും. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള തണ്ണിമത്തൻ സ്നാക്ക് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചൊക്കെ ഇട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തണ്ണിമത്തൻ്റെ സലാഡ് ഉച്ചയ്ക്കും കഴിച്ചിട്ട് അതിൻ്റെ സ്നാക്ക് വൈകിട്ട് സ്നാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ക്രിസ്പിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
അപ്പോൾ അടുത്തൊരു ഉഷാറ് വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.